വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിൽ 1-ാം ചോദ്യം: ആരാണ് ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹാഗാർ. ക്വസ്റ്റ്യൻ നമ്പർ 2: യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഡാഷ്. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1. ക്വസ്റ്റ്യൻ നമ്പർ 3: ഭാവിയിൽ എല്ലാവരും വിസ്മൃതരാകും, ആരൊക്കെയാണ് ഒന്നുപോലെ മരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജ്ഞാനിയും ഭോഷനും. ക്വസ്റ്റ്യൻ നമ്പർ 4: ബോവാസ് തന്റെ ബന്ധുവിനോട് പറഞ്ഞു, മോവാബ് ദേശത്ത് നിന്ന് തിരിച്ചു വന്ന ഡാഷ് നമ്മുടെ ബന്ധുവായ എലിമേലെക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു, അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 5: കലവറക്കാരൻ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിഥികൾ ലഹരിയിലായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 6: കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, ഡാഷ് പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മൗനം. ക്വസ്റ്റ്യൻ നമ്പർ 7: ഗലാത്യർ 6-ാം അധ്യായം 8-ാം വാക്യം അനുസരിച്ച് ആർക്കാണ് സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ. ക്വസ്റ്റ്യൻ നമ്പർ 8: സിറിയയിലേക്കും കിലിക്കിയയിലേക്കും പോകുന്നതിന് മുമ്പ് പൗലോസ് എവിടേക്കാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അറേബ്യ. ക്വസ്റ്റ്യൻ നമ്പർ 9: ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമായതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 10: ശമൂവേലിനെ ആരുടെ അടുത്തേക്കാണ് ഹന്ന കൊണ്ടുപോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഏലി. ക്വസ്റ്റ്യൻ നമ്പർ 11: പൗലോസ് ആരുടെ പാരമ്പര്യങ്ങളിലാണ് അത്യധികം തീഷ്ണമതിയായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതാക്കന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 12: ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ദേവാലയത്തിന്റെ വാതിൽക്കൽ ഇരുന്നത് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഏലി. ക്വസ്റ്റ്യൻ നമ്പർ 13: എല്ലാം തികഞ്ഞവളായി ഇവിടെ നിന്ന് പോയ ഞാൻ എങ്ങനെയാണ് തിരിച്ചെത്തിയത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒന്നുമില്ലാത്തവളായി. ക്വസ്റ്റ്യൻ നമ്പർ 14. ഗലാത്യയിലെ സഭകൾക്ക് ലേഖനം എഴുതുന്നത് പൗലോസിനോടൊപ്പം ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഹോദരർ. ക്വസ്റ്റ്യൻ നമ്പർ 15. മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽക്കാർ കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വെള്ളം കോരിയൊഴിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 16. ആരുമായിട്ടാണ് താൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 17. സമസ്തം എന്ത് വഴിയുണ്ടായി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വചനത്തിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 18. യഹൂദരുമായുള്ള തർക്കത്തിന് ശേഷം യേശു പോയത് എവിടേക്ക്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജോർദാന് മറുകര. ക്വസ്റ്റ്യൻ നമ്പർ 19. മരുമക്കളോട് മാതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 20. കുരുടരും മുടന്തരും തളർവാദക്കാരും എവിടെ കിടന്നിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ബേത്സൈദ കുളത്തിനടുത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 21. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം ഡാഷ് പ്രാപിക്കാനാണ്. പൂരിപ്പിക്കുക. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 22. എന്താണ് വളഞ്ഞത് നേരെയാക്കാൻ കഴിയാത്തതെന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പാപം. ക്വസ്റ്റ്യൻ നമ്പർ 23. പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് ആശംസിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കൃപയും സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 24. ആരാണ് മുഖം നോക്കുന്നവനല്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 25. നിലം വീണ്ടെടുക്കാൻ ആദ്യ താല്പര്യമുള്ള വ്യക്തി ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അടുത്ത ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 26. അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവന്റെ ഡാഷ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 27. കടലിൽ കാറ്റടിച്ചപ്പോൾ അവർ എത്ര സ്ഥാദിയോൺ ദൂരം വലിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 25 മുതൽ 30 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഗലാത്യ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന കർത്താവിന്റെ സഹോദരനായ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ശിമയോൻ പത്രോസ് ആരുടെ സഹോദരനാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അന്ത്രയോസ്. ക്വസ്റ്റ്യൻ നമ്പർ 30. കാര്യം തീരുമാനിക്കുന്നത് വരെ അവൻ അടങ്ങിയിരിക്കുകയില്ല, ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകും. ഇത് പറഞ്ഞതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 31. സാമുവൽ ഇസ്രായേൽ
ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 32. സുഖം പ്രാപിച്ചവനോട് ഇന്ന് ശബ്ദത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞവർ ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 33. യേശു ആളുകളെ എന്തിനിരുത്താൻ പറഞ്ഞു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭക്ഷണത്തിനായി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി ദാഷ് സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 35. കർത്താവിന്റെ പേടകം എത്ര മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7 മാസം. ക്വസ്റ്റ്യൻ നമ്പർ 36. കടൽ ശോഭിക്കാൻ കാരണമായ പ്രകൃതി ശക്തി ഏത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 37. എവിടെ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു? സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. കലവറക്കാരൻ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിഥികൾ ലഹരിയിലായപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്ന് ചോദിച്ചവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 40. ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ ഡാഷ് എക്രോണിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പേടകം. ക്വസ്റ്റ്യൻ നമ്പർ 41. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യന്റെ എന്തിന്റെ ഫലമായിട്ടാണ് ഗ്രഹിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പരസ്പര സ്പർദ്ധതയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 42. ദൈവം ലോകത്തെ എങ്ങനെ സ്നേഹിച്ചു എന്ന് പറയുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അത്രമാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 43. സമസ്തം എന്ത് വഴിയുണ്ടായി? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വചനത്തിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 44. അപ്പോൾ ഡാഷ് പറഞ്ഞു, യജമാനെ അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോട് സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 45. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ ഡാഷ് എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ,
പരിഹസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 46. അന്ത്രയോസ് തന്റെ സഹോദരന് ആരെ കാണിച്ചു തന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 47. മിച്ചം വന്ന അപ്പക്കഷ്ണങ്ങൾ എത്ര കുട്ട നിറയെ ശേഖരിച്ചു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 12 കുട്ട. ക്വസ്റ്റ്യൻ നമ്പർ 48. ദൈവം അയച്ചവൻ ദൈവത്തിന് എന്ത് സംസാരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാക്കുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 49. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ പേര് എന്ത്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശുവിന്റെ ആദ്യ അത്ഭുതം എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗലീലയിലെ കാന. ക്വസ്റ്റ്യൻ നമ്പർ 51. രാജസേവകൻ മകന്റെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് കേട്ടത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വഴിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. സകലവും മനുഷ്യന് ക്ലേശവും ഇഷ്ടം, അത് വിവരിക്കാൻ ആർക്കാണ് അസാധ്യം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യന്. ക്വസ്റ്റ്യൻ നമ്പർ 53. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശു ഏതു വഴിയാണ് നടന്നു വന്നത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിന്മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 55. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്നവർ തിരക്കി. കർത്താവിന്റെ പേടകം ഡാഷ് എത്തിയെന്നവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂടാരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരോട് പ്രാർത്ഥിക്കാം? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 57. വചനം എന്ന പദത്തിന്റെ ഗ്രീക്ക് മൂലപദം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലോഗോസ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം ഡാഷ് പ്രാപിക്കാനാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 59. മോശ എന്തിനെ കുറിച്ച് എഴുതി? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 60. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി എവിടേക്ക് വന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലോകത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 61. ആര് സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തന്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 62. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ, മീനിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 63. പീലിപ്പോസും നഥാനയേലും തമ്മിലുള്ള ബന്ധം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സുഹൃത്തുക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 64. യേശുവിന്റെ പേര് പരാമർശിക്കപ്പെടുന്ന ആദ്യ വാക്യം ഏത്? ശരിയായ ഉത്തരം യോഹന്നാൻ 1-ാം അധ്യായം 17-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 65. അമ്മായിയമ്മയുടെ അടുത്തേക്ക് വെറും കൈയോടെ പോകേണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ഡാഷ് അവൻ എനിക്ക് തന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബാർലി. ക്വസ്റ്റ്യൻ നമ്പർ 66. രാജസേവകന്റെ മകൻ എവിടെയായിരുന്നു രോഗിയായത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കബർനാമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഫിലിസ്ത്യർ ആരുടെ പേടകം കൈവശപ്പെടുത്തി എബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 68. പിറ്റേ ദിവസം ജനങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും അന്വേഷിച്ചത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കടലിന്റെ മറുകരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 69. ഏത് ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 70. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 2. ക്വസ്റ്റ്യൻ നമ്പർ 71. എവിടെ വെച്ചാണ് യേശു ജീവന്റെ അപ്പത്തെ കുറിച്ച് പറഞ്ഞത്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി കബർനാമിലെ സിനഗോഗ്. ക്വസ്റ്റ്യൻ നമ്പർ 72. കർത്താവിന്റെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ എവിടെ ആയിരുന്നു? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ രാജ്യത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 73. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ? എന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഒരംശം. ക്വസ്റ്റ്യൻ നമ്പർ 74. അവിടെ എത്തിയപ്പോൾ ഡാഷ നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 75. യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും പൗലോസായ ഞാൻ ആരായി എന്നാണ് ഗലാത്യ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അപ്പസ്തോലൻ. ക്വസ്റ്റ്യൻ നമ്പർ 76. നാർദിൻ സുഗന്ധതൈലം കൊണ്ടുവന്ന മറിയം എവിടെ നിന്നാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബദാനിയ. ക്വസ്റ്റ്യൻ നമ്പർ
77. ആരാണ് ഫിലിസ്തീർ തിരിച്ചയച്ച കർത്താവിന്റെ പേടകം ഏറ്റെടുക്കാൻ കിരിയാത്യയാരീമിലേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കിരിയാത്യയാരീമിലെ ജനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 78. എല്ലാം കേട്ട ശേഷം ഏലി എന്താണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അത് കർത്താവാണ്, അവിടത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 79. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യമനുസരിച്ച് ആരിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്തയാണ് വിശുദ്ധ ഗ്രന്ഥം മുൻകൂട്ടി അറിയിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അബ്രാഹം. ക്വസ്റ്റ്യൻ നമ്പർ 80. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ എവിടെ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നാവിൽ. ക്വസ്റ്റ്യൻ നമ്പർ 81. തെക്കോട്ടും വടക്കോട്ടും വീശുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 82. നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞവർ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയർ. ക്വസ്റ്റ്യൻ നമ്പർ 83. താൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ താൻ ആരാകുകയില്ലായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ ദാസൻ. ക്വസ്റ്റ്യൻ നമ്പർ 84. അറിവ് വർദ്ധിക്കുമ്പോൾ എന്താണ് വർദ്ധിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വ്യസനം. ക്വസ്റ്റ്യൻ നമ്പർ 85. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഡാഷ് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 86. റൂത്ത് ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ അവൻ അവരുടെ ബന്ധുവാണല്ലോ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 87. ആരെയാണ് കുരുക്കൾ ബാധിച്ചത് മരിക്കാതെ അവശേഷിച്ചവരിൽ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അവശേഷിച്ചവരെ. ക്വസ്റ്റ്യൻ നമ്പർ 88. ആരാണ് തന്റെ ചെരുപ്പൂരിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 89. ഇസ്രായേലിയരുടെ ആരുടെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്? 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 90. നഗരവാതിൽക്കൽ ചെന്ന വ്യക്തി ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബോവാസ്. ക്വസ്റ്റ്യൻ നമ്പർ 91. മനുഷ്യ മനസ്സിൽ ഡാഷ് കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാലത്തിന്റെ സമഗ്രതയെ. ക്വസ്റ്റ്യൻ നമ്പർ 92. യേശു ലാസറുടെ രോഗവിവരം കേട്ട ശേഷം എവിടെ 2 ദിവസം കൂടി താമസിച്ചു? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, താൻ താമസിച്ചിരുന്ന സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 93. ആരാണ് പേടകവും സ്വർണ്ണയുരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലേവ്യർ. ക്വസ്റ്റ്യൻ നമ്പർ 94. ആരാണ് ഗലാത്യരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? അവർക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 95.
ഫിലിസ്തീനിൽ നിന്ന് രക്ഷിക്കാൻ ആരുടെ അടുത്ത് പ്രാർത്ഥിക്കാനാണ് ഇസ്രായേൽക്കാർ സാമുവേലിനോട് അപേക്ഷിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവമായ കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 96. സഭാപ്രസംഗകൻ സൂര്യന് കീഴെയുള്ള എന്ത് കണ്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മർദ്ദനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 97. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 10-ാം വാക്യം അനുസരിച്ച് ആരെന്ന് വ്യക്തമായിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 98. യാക്കോബിന്റെ അടുത്ത് നിന്ന് ചിലർ വരുന്നതുവരെ അവൻ ഡാഷിനോടൊപ്പമിരുന്ന് ഭക്ഷിച്ചിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിജാതിയർ. ക്വസ്റ്റ്യൻ നമ്പർ 99. കർത്താവിന്റെ പേടകം എത്ര മാസത്തോളം ഫിലിസ്തീനരുടെ രാജ്യത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 7. ക്വസ്റ്റ്യൻ നമ്പർ 100. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഡാഷ് ആണെന്ന് ഞാൻ അറിയുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശാശ്വതമാണ്. നന്ദി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം ജനത്തെ അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട്. നന്ദി. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.